ഇബ്രാഹിം ഖാദ്രി ശരിക്കും ആരാണെന്നോ അയാൾ എവിടെ പോയെന്നോ എന്നൊന്നും ശരിക്കും വ്യക്തതയില്ല. നജീബിന് പോലും ഈ കാര്യത്തെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല. നജീബിനെക്കായാലും കൂടുതൽ ഇബ്രാഹിം ഖാദ്രിയെ പറ്റി അറിയാവുന്നത് ഹക്കീമിനായിരിക്കും. എന്നാൽ ഹക്കീം സിനിമയിൽ ജീവനോടെ ഇല്ല എന്നാണ് കാണിക്കുന്നത്. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ നജീബിനെ പോലെ തന്നെ ഹക്കീമും രക്ഷപ്പെട്ടു എന്നാണ് നജീബും ബെന്യാമിനും പറയുന്നത്. എന്നാൽ ഹക്കീം വെളിച്ചത്തോട് വരാതിരുന്നതിനാൽ തന്നെ ഇബ്രാഹിം ഖാദ്രിയെ പറ്റി കൂടുതൽ അറിയാൻ സാധ്യതയില്ല. സോ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഇബ്രാഹിം ഖാദ്രി ആരാണെന്നും അയാൾ എവിടെ പോയെന്നുള്ള സാധ്യതകൾ മാത്രമാണ്. ഇബ്രാഹിം ഖാദ്രിയെ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് മറ്റു കഥാപാത്രങ്ങളെ പോലെയല്ല. ഒരു മാസ് രീതിയിലുള്ള ഒരു നായക പരിവേഷത്തോടു കൂടിയാണ് അയാൾ സിനിമ കാണിച്ചിരിക്കുന്നത്. ഇബ്രാഹിം ഖാദ്രി മറ്റുള്ള രണ്ട് കഥാപാത്രങ്ങളെക്കായാലും വ്യത്യാസമുള്ള ആളാണെന്നും ആരോഗ്യവാനാണെന്നും വേണമെങ്കിൽ 2-3 പേരുമായിട്ടുള്ള ഫൈറ്റ് നടത്താൻ കഴിയുന്ന ആളാണെന്നുള്ള രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. കൂടാതെ ഇയാളുടെ വേഷവും മറ്റു 2 പേരുടെക്കായാലും വ്യത്യസ്തമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. കൂടാതെ ഇയാളുടെ മുഖത്തോ മറ്റോ മുറിപ്പാടുകളോ പീഡനങ്ങൾ അനുഭവിച്ചതിന്റെ രീതികളൊന്നും കാണുന്നുമില്ല. ഹക്കീമിന്റെ വരികളിലൂടെ പറയുന്നുണ്ട് ഇയാൾ ഹക്കീമിന്റെ കൂടെ ജോലി ചെയ്ത ആളാണെന്ന്. പിന്നെ എങ്ങനെയാണ് ഇയാൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്? അതിന്റെ കാരണം നോക്കുവാണെങ്കിൽ ഈ ഒരു കഥാപാത്രം ഒരു ആഫ്രിക്കക്കാരനാണെന്നുള്ളതാണ്. അതായത് ആഫ്രിക്ക ഏഷ്യക്കാട്ടിലും ചൂട് കൂടിയ ഒരു ഭൂഖണ്ഡമാണ്. ഇതിൽ തന്നെ ഹക്കീമും നജീബും വന്നിരിക്കുന്നത് ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ തന്നെ ഏറ്റവും ചൂട് കുറവുള്ള ഇന്ത്യയിലെ കേരളത്തിൽ നിന്നുമാണെന്ന് മനസ്സിലാക്കുക. സോ അവരവിടെ എത്തുമ്പോൾ അവർക്ക് ആ മരുഭൂമിയിലെ ചൂട് താങ്ങാവുന്നതിനപ്പുറമാണ്. ഇതൊന്നും കൂടാതെ നല്ല ബുദ്ധിമാനായ ഒരു കഥാപാത്രമാണ് ഇബ്രാഹിം ഖാദ്രി. അവിടുന്ന് രക്ഷപ്പെടാനുള്ള പ്ലാനുകളും കാര്യങ്ങളും ഒക്കെ തയ്യാറാക്കുന്നതും ഇയാൾ തന്നെയാണ്. അതുപോലെ തന്നെ ശരീരത്തിന് ദോഷം വരുന്ന പല കാര്യങ്ങളും ചെയ്യരുതെന്ന നീക്കങ്ങളും ഈ കഥാപാത്രം ചെയ്യുന്നുണ്ട്. സോ നജീബിനെ ഹക്കീമിനെ പോലെ പീഡനങ്ങൾ ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇബ്രാഹിം ഖാദ്രി ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. കൂടാതെ അയാളുടെ കരുത്തും ആഫ്രിക്കയിലെ ചൂടിൽ നിന്ന് വന്ന ഇയാൾക്ക് മരുഭൂമിയിലെ ജോലികൾ ചെയ്യാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടുണ്ടാവില്ല. സോ അതുകൊണ്ടൊക്കെ തന്നെയാണ് അവിടെ രക്ഷപ്പെടുന്ന ടൈമിൽ അയാൾക്ക് വലിയ ക്ഷീണവും തളർച്ചയൊന്നും ഉണ്ടാവാതിരിക്കുന്നത്. മരുഭൂമിയിൽ മണൽക്കാറ്റ് വരുന്നതിന് മുമ്പ് അത് മുൻകൂട്ടി അറിയാനും ഒരു പല്ലിയെ കാണുമ്പോൾ തന്നെ തൊട്ടടുത്ത് വെള്ളമുണ്ടെന്ന് മനസ്സിലാക്കാനും മണലിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന പാമ്പുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വിദ്യയുമെല്ലാം അയാൾ പഠിച്ചു വെച്ചിരിക്കുന്നത് കാണിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ശാരീരിക രീതികളെക്കുറിച്ചും ചികിത്സാ രീതികളെക്കുറിച്ചും അയാൾക്ക് അറിവുണ്ടെന്ന് കാണിച്ചിട്ടുണ്ട്. ഒരുപാട് ദാഹിച്ചിരിക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം കുടിക്കരുതെന്നും അതിന് പകരം തുണി വെച്ച് വെള്ളം ഇറ്റിറ്റ് കൊടുക്കുന്നതായിട്ടും കാണിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം ആ സമയത്ത് 2-3 ദിവസം നജീബ് വെള്ളമൊന്നും കുടിക്കാതിരുന്നതിനാൽ ശരീരത്തിനുള്ള ഭാഗമെല്ലാം ഉണങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വെള്ളം കുടിക്കുവാണെങ്കിൽ പെട്ടെന്ന് ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തെ ശരീരം അക്സെപ്റ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല. അത് പിന്നീട് വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോകാനും ചാൻസ് ഉണ്ട്. ഈ ഒരു കാര്യം അറിയാവുന്നതുകൊണ്ടാണ് കുറച്ച് വെള്ളം മാത്രമായിട്ട് കൊടുക്കുന്നതും പിന്നീട് കുപ്പിയിൽ വെള്ളം വെച്ച് കൊടുക്കുന്നതും കാണിക്കുന്നത്. കാരണം തന്റെ കൂടെ വന്നാലും നജീബ് പോലീസ് പിടിയിലാവുമെന്ന് കരുതി. എന്നാൽ അയാൾക്ക് നജീബിനെ രക്ഷിക്കുകയും വേണം. അതിനുവേണ്ടിയാണ് പോകുന്നതിന് മുമ്പായിട്ട് ഇബ്രാഹിം ഖാദ്രി അവിടെ ഒരു കുപ്പിവെള്ളവും ഈത്തപ്പഴവും വെച്ചിട്ട് പോയത്. സോ ഇതുപോലെ നജീബിന് വെള്ളവും ഈത്തപ്പഴവും കൊടുത്തിട്ട് ഇബ്രാഹിം ഖാദ്രി പെട്ടെന്ന് അപ്രത്യക്ഷമായി പോകുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പിന്നീട് നജീബ് കാണുന്നതും അറിയുന്നതും പോലീസ് സ്റ്റേഷനിൽ വെച്ചിരിക്കുന്ന ഫോട്ടോയിൽ നിന്നും ഇയാൾ ഒരു കുറ്റവാളിയാണെന്നുള്ള കാര്യമാണ്. അയാളെ ഒരു കുറ്റവാളിയായിട്ട് മാർക്ക് ചെയ്തുകൊണ്ട് തന്നെ അയാൾക്ക് സ്വന്തം രാജ്യത്തോട്ടോ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തോട്ടോ പോകാനായിട്ട് കഴിയില്ല. സോ ഇതുകൊണ്ടൊക്കെ തന്നെ നജീബിനെ റോഡിന്റെ അടുത്തേക്ക് എത്തിച്ചിട്ട് അദ്ദേഹം തിരിച്ചു പോകാനായിട്ടാണ് ചാൻസ് കൂടുതൽ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കഫീലുകൾ കഴിയിൽ ഇതുപോലെ കഷ്ടപ്പെടുന്ന നജീബിനെ ഹക്കീമിനെ പോലെയുള്ളവരെ രക്ഷപ്പെടുത്താനായിട്ട് പോയിട്ടുണ്ടാവണം. അതും അല്ലെങ്കിൽ ഇബ്രാഹിം ഖാദ്രി ഒരുപാട് പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവാം. ഇതറിയുന്ന സ്പോർട്സ്മാർ വേണമെങ്കിൽ കേസ് കൊടുത്തിട്ടുണ്ടാവാം. അതുകൊണ്ടൊക്കെ തന്നെ അവരെ പിടിക്കാനായിട്ട് ലുക്കൗട്ട് നോട്ടീസ് വെച്ചിരിക്കുന്നതും ആയിരിക്കാം. നമുക്ക് ഇതിനെപ്പറ്റി കറക്റ്റായിട്ടൊരു കാര്യം പറയാനായിട്ട് കഴിയില്ല. നോവൽ വായിച്ചിട്ടും സിനിമ കണ്ടിട്ടും നമുക്ക് അതിൽ നിന്ന് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കി പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് സിനിമ കണ്ടിട്ട് എനിക്ക് ഇബ്രാഹിം ഖാദ്രിയെ പറ്റി മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ. ഇനി ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽസ്, അതായത് ഈ സിനിമയും നോവലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ള കാര്യത്തെ പറ്റിയിട്ട് ഒരു വീഡിയോ വേണമെങ്കിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ ആ ഒരു വീഡിയോക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓളിലോട്ട് വയ്ക്കുക.